السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരി, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോട് നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അറാഫിലെ 31-ാമത്തെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓതി കേൾപ്പിച്ചത്. ആയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആയത്തിലെ പരാമർശ വിഷയം പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവേണ്ട, എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും വിശ്വാസികളായിരിക്കുന്ന നമ്മൾ അശ്രദ്ധ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് സമയത്തിന്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ ഒരു കാര്യം ഞാൻ ഓതി വെച്ച ആയത്ത് തന്നെയാണ്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ഏതൊരു പള്ളിയിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിലും ആ പള്ളിയിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് ഏറ്റവും നല്ല അലങ്കാരത്തോടുകൂടി പള്ളിയിലേക്ക് വരിക എന്നുള്ളത്. അതൊരു പക്ഷേ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ പാലിക്കുന്ന ഒരു മര്യാദയാണ്. വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ അന്നൊരു വെള്ള വസ്ത്രമൊക്കെ നമ്മൾ ധരിച്ച് മൊത്തത്തിൽ നമ്മുടെ അലങ്കാരമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് പള്ളിയിലേക്ക് വരിക. ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം വെള്ളിയാഴ്ച എന്ന് മാത്രമല്ല, ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസി പള്ളിയിലേക്ക് വരുമ്പോൾ വൃത്തിയോടുകൂടി വെടിപ്പോടുകൂടി പള്ളിയിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണയായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിലൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ തിരക്കിന്റെ ഒരു സമയത്തായിരിക്കും നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരിക. അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക്, തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അലോസരമുണ്ടാകുന്ന രൂപത്തിൽ, ശ്രദ്ധ തിരിക്കുന്ന രൂപത്തിൽ, വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലായിരുന്നാലും ശരി, അതിന് ഒരു വാസനയുടെ വിഷയത്തിലാണെങ്കിലും ശരി, നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെയാണ് വരിക.
ഇപ്പൊ പള്ളിയിലേക്ക് നമ്മൾ ഓടി വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു വസ്ത്രമാണോ ഉള്ളത് ആ വസ്ത്രം എടുത്ത് അണിഞ്ഞുകൊണ്ടായിരിക്കും വരിക. അപ്പൊ ചില സന്ദർഭത്തിൽ നമ്മൾ പിന്നിൽ സഫിൽ നിൽക്കുന്ന സമയത്ത് മുന്നിലിട്ടിരിക്കുന്ന ആളുകളുടെ ഡ്രസ്സിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് വേർഡുകൾ വായിക്കാൻ, ചില ചിത്രങ്ങൾ നോക്കാനായിരിക്കും നമ്മുടെ മനസ്സൊക്കെ പോവുക. കാരണം അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ. ചില സന്ദർഭത്തിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കള്ളിമും കൊടുത്തായിരിക്കും പള്ളിയിലേക്ക് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഖുത്ബ കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അങ്ങനെ കള്ളിമുണ്ട് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഒരാൾ കള്ളിമുണ്ട് ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമാകുമോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിടെ വിശദീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും സുഗന്ധം പൂശിക്കൊണ്ടും നമ്മൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ ആകെത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഉള്ളി തിന്നുകൊണ്ട് ഒരിക്കലും തന്നെ പള്ളിയിലേക്ക് വരാൻ പാടില്ല. അതിൽ മനസ്സിലാകുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അലോസരം ഉണ്ടാകുന്ന ഒരു ഭാഗം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇത് വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ വരണം എന്നുള്ളത്. ആ ഒരു വൃത്തിയോടുകൂടി വെടിപ്പോടുകൂടി അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി വരണം എന്ന് തന്നെയാണ് ഹദീസിൽ നിന്നും ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ചില മര്യാദകളുണ്ട്. അത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് ആ പുണ്യം നേടാൻ കഴിയാറില്ല. ഒന്ന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. അത് നമുക്ക് എത്ര ആളുകൾക്ക് ആ പ്രാർത്ഥന നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പൊ ഞാൻ ആ പ്രാർത്ഥനയുടെ ആശയ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ എത്രമാത്രം വിശാലമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ആ പ്രാർത്ഥന പഠിക്കാൻ എത്രയോ എളുപ്പമാണല്ലേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിന്റെ കാരുണ്യമില്ലാതെ, നിന്റെ അളവറ്റ ദയയില്ലാതെ എന്റെ ജീവിതം ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. നിന്റെ വിശാലമായിരിക്കുന്ന ഈ ഭവനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ മാലാഖമാരുടെ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും എനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ബർക്കത്തും സമാധാനവും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ ഒരിടത്തും കൊണ്ട് കയറുന്ന സമയത്ത് ആ പ്രാർത്ഥന നടത്താൻ സെക്കൻഡുകൾ മാത്രം മതി. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആ പ്രാർത്ഥന അറിയാത്തത് കൊണ്ട്, ആ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ട്, മറന്നുപോയത് കൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന നടത്താതെയാണ് പള്ളിയിലേക്ക്. അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു അദബാണ് എന്ത്, പള്ളിയിലേക്ക് വരിക, നേരിട്ട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയോടുകൂടി വരിക. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് വന്നിട്ട് അയാൾ നേരെ അവിടെ ഇരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അസ്വല്ലൈത യാ ഫുലാൻ, നീ നമസ്കരിക്കാതെയാണോ ഇരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞാൽ നമസ്കരിച്ചിട്ടില്ല. സത്യത്തിൽ തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിസ്കരിച്ചോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ നമസ്കരിച്ചിട്ടില്ല. നീ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കണം. അതിന്റെ പാടെന്താ, ഇരുന്നാൽ നമസ്കരിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ്, ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ആ മനുഷ്യനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള ഒരു വിഷയം പഠിപ്പിക്കുകയാണ്. പള്ളിയിലേക്ക് കയറി വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബ്, ഒരു മര്യാദ ആ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കും. അപ്പൊ വെള്ളിയാഴ്ചകൾ നമ്മൾ ശ്രദ്ധിച്ച് നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആളുകൾ, കുറച്ചൊക്കെ വൈകി വരുന്ന ആളുകൾ, കുറെ ആളുകളുടെ ഷോൾഡറുകൾ തട്ടി മാറ്റിയിട്ട് വേണം വരിക പള്ളിയിലേക്ക്. ഇതൊക്കെ കുറെ വിശദീകരിക്കേണ്ട സമയമല്ല. നേരത്തെ വരുന്ന ആളുകൾ ഒന്നാമത്തെ സഫിൽ വന്നെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നിൽ വരുന്ന ആളുകൾക്ക് വളരെ സൗകര്യമാണ് അല്ലേ, ശരിക്കും വലിയ സൗകര്യം. പക്ഷെ ഒന്നാമത്തെ സഫ് നമ്മൾ പലപ്പോഴും പൂർത്തിയാക്കാറില്ല. അല്ലെ, 1-2 സഫ് പൂർത്തിയായി കഴിഞ്ഞാൽ 3ാമത്തെ സഫ് പൂർത്തിയാക്കാറില്ല. ഒന്നാമത് വന്നിരിക്കുന്നവന്റെ കൂലിയെപ്പറ്റി പ്രവാചകൻ പറഞ്ഞു, ഒട്ടകത്തെപ്പറ്റി പറഞ്ഞു, ചുവന്ന ഒട്ടകത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു, ആദ്യം വരുന്നവന്റെ കൂലിയെപ്പറ്റി. അപ്പൊ നേരത്തെ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വന്നു കഴിഞ്ഞാൽ ആ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി വെള്ളിയാഴ്ചയാണെങ്കിലോ ജുമുഅ നമസ്കാരമാണ്. മിമ്പറിന്റെ മുകളിൽ ഖത്തീബ് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഹാജർ ക്ലോസ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന ആളുകൾ പിന്നെ സ്വാഭാവികമായിക്കൊണ്ടും ഷുഗലുമായി ബന്ധപ്പെട്ട് തിരക്കുകൊണ്ടൊക്കെ കുറെ ആളുകൾക്ക് ചില ശറഈയായ കാരണങ്ങൾ കൊണ്ട് പള്ളിയിലേക്ക് ഒരു പക്ഷേ വൈകി വരേണ്ടി വരും. അവർക്കൊക്കെ അള്ളാഹു അതിൻ്റെതായ ഇളവ് കൊടുക്കും. പക്ഷെ യാതൊരു കാരണവും ഇല്ലാത്ത രൂപത്തിൽ വൈകി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആ ജുമുഅ നമസ്കാരം നിർവഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പൊ നമ്മളൊക്കെ വീട്ടിലുണ്ടാകും വെള്ളിയാഴ്ച.
അപ്പൊ സൂറ അൽ കഹ്ഫെങ്കിലും ഓടി തീർക്കാനുള്ള ഒരു സമയം നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വൃത്തിയോടുകൂടി വെടിപ്പോടുകൂടി പള്ളിയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് ഒരല്പനേരം പ്രാർത്ഥിച്ച് ആ സൂറ അൽ കഹ്ഫൊക്കെ പാരായണം ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ജുമ ഏറ്റവും സംതൃപ്തമായ ജുമയായിരിക്കും. ഈ ജുമ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോ ഒരുപാട് ആളുകൾ കൂലിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കൂലിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസമുള്ള ആളുകൾ ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ വന്നവൻ, വൃത്തിവിട്ട വസ്ത്രം ധരിച്ചു വന്നവൻ, 1ാമത്തെ സഫിൽ വന്നിരുന്നവൻ, 2 റക്അത്ത് നമസ്കരിച്ചവൻ, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ പാരായണം ചെയ്തവൻ, ദീർഘനേരം പ്രാർത്ഥിച്ചവൻ. ഈ സമയം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഞാൻ ഹദീസ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മനുഷ്യല്ലേ, അവന് വല്ലാത്ത കൂലിണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാലാക്കന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ഒരു ദാസൻ പള്ളിയിലേക്ക് നേരത്തെ വന്ന് ഒന്നുവെടുത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്, അള്ളാഹുവേ നീ എല്ലാ കാരുണ്യവും സമാധാനവും ആ മനുഷ്യനെ നീ വർഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് മാലാക്കന്മാരുടെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയൊക്കെ കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചു മാത്രമായിരിക്കും. അതുകൊണ്ട് നേരത്തെ വരിക, പള്ളിയുമായിട്ട് ബന്ധപ്പെടുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതും പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സംഗതികൾ. ഒന്ന്, നമ്മുടെ പള്ളിക്ക് നമ്മുടെ ഒരു ഭാരവാഹികളൊക്കെ ഉണ്ടാകും. പള്ളിക്ക് ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊള്ളും, അതങ്ങനെ തന്നെ പോയിക്കോട്ടെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പള്ളിയുടെ ഭാരവാഹികൾ മാത്രം നോക്കേണ്ട ഒരു സ്ഥാപനമല്ല പള്ളി. മറിച്ചോ പള്ളി എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ, മുസ്ലിമിന്റെ, അള്ളാഹുവിന്റെ ഒരു ഭവനം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ എല്ലാമായിരിക്കുന്ന കേന്ദ്രമാണ് പള്ളി. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾക്ക് തണൽ ലഭിക്കും. ആ 7 വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗം ആരാണെന്ന് അറിയുമോ? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അവന്റെ മനസ്സ് എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അവന്റെ മനസ്സെപ്പോഴും പള്ളിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്ത് നമസ്കാരമാണ് തുടങ്ങിയോ, എന്റെ ജമാഅത്ത് നമസ്കാരം എനിക്ക് പോകാൻ പറ്റിയോ? പള്ളിയിൽ നിന്ന് ഖത്തീബ് വരുമോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉണ്ടാകുമോ? ഈ വിഷയമൊക്കെ അവന്റെ ഒരു പ്രശ്നമാണ്. എന്റെ നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ വെള്ളമില്ല എങ്കിൽ, നമ്മുടെ പള്ളിയിൽ വന്നു കഴിഞ്ഞ് വെള്ളമില്ല എങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അവിടെ സൗകര്യമൊന്നും ഇല്ല എങ്കിൽ നമ്മൾ തട്ടിക്കയറാൻ നമ്മൾ ശ്രമിക്കും, സ്വാഭാവികമാണ്. അത് മുഅദ്ദിനുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കും. നമ്മുടെ നാട്ടുകാരനല്ലാത്തൊരു മുഅദ്ദിനാണെങ്കിൽ അയാൾ കൂടുതൽ നമ്മൾ തട്ടിക്കയറാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയുടെ ഉത്തരവാദിത്വം, പള്ളിയുടെ മുഅദ്ദിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാത്രം ഏൽപ്പിച്ചിട്ടില്ല, നമ്മളൊക്കെ ഏൽപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ ഒരു മരണവാർത്ത കേട്ടു. മരണവാർത്ത കേട്ടപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല നിങ്ങൾ എന്താണ് ആ സ്ത്രീ മരിച്ച വിവരം എന്നോട് പറയാന്ന്? അപ്പൊ അവര് പറഞ്ഞു, അതൊരു പള്ളി ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീയല്ലേ, പള്ളിയിലൊക്കെ വന്നിങ്ങനെ സ്ത്രീ, അവരെ മയ്യത്ത് സംസ്കാരത്തിന്റെ കാര്യമൊക്കെ നിങ്ങളോട് എന്ത് പറയാനാണെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായിക്കൊണ്ട് അവരോട് പറഞ്ഞു, ആ സഹോദരിയുടെ ഖബർസ്ഥാൻ ഒന്ന് കാണിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. എന്താ അവിടെ ഉണ്ടായത്? ഒന്നുമില്ല, പള്ളി വൃത്തിയാക്കുന്ന ഒരാള്. അപ്പൊ പള്ളി വൃത്തിയാക്കുന്ന ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയണം? അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ മുഅദ്ദിൻ. അയാൾക്ക് എന്ത് സ്ഥാനം? മുഅദ്ദിൻ എന്ത് സ്ഥാനമുള്ളത്? ഒരു സ്ഥാനമില്ലേ? ഉണ്ട്. പള്ളിയെ നന്മ കാണിച്ചു തന്ന സന്ദർഭത്തിൽ പള്ളിയിലെ ഒരു മാലിന്യം എടുത്ത് മാറ്റിയത് അതിൽ പ്രത്യേകമായി കാണിച്ചു തന്നതാ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സന്ദർഭത്തിൽ കുറച്ച് അഴുക്ക് പള്ളിയുടെ ഭാഗത്തുണ്ട്. അതിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കുറച്ച് വെള്ളം അടിക്കണം എന്ന് പറയാ എന്നുള്ളതല്ല, ഞാൻ ആ വെള്ളം എടുത്തുകൊണ്ട് പള്ളിയുടെ ഭാഗം വൃത്തിയാക്കലാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ അവിടുത്തെ ക്ലീനിങ്ങിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, 5 ചെറുപ്പക്കാരുണ്ട്, അവര് വെള്ളിയാഴ്ച രാവിലെ എങ്ങോട്ട് പോവില്ല, രാവിലെ അവർ പള്ളിയിലാണ്. എന്താ കാരണം? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അവന്റെ മനസ്സെപ്പോഴും പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പള്ളിയിൽ വൃത്തിയുണ്ടോ, പള്ളിയിൽ വെള്ളമുണ്ടോ, അതിന് ഭക്ഷണമുണ്ടോ, ഈ കാര്യങ്ങളുടെ ശ്രദ്ധയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പള്ളിയുമായിട്ട് നിരന്തരമായ ഒരു ബന്ധം ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് പട്ടാളപ്പള്ളിയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണം, എല്ലാവർക്കും അറിയാം. നാട്ടിൽ നമ്മൾ നിൽക്കുന്ന ഒരുപാട് പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലായിരിക്കും നമുക്ക് ശ്രദ്ധിക്കാൻ കൂടുതൽ പറ്റുക. ഈ പള്ളി എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്ന വെച്ചാൽ ഇതൊരു നഗരത്തിലെ പള്ളി ആയതുകൊണ്ട് കുറച്ചുകൂടി നമ്മുടെ സഹായം പലതുകൊണ്ടും ആവശ്യമുള്ള ഒരു പള്ളിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കുറച്ചുകൂടി സ്ഥാനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ വെച്ചാൽ പള്ളിയിലേക്കുള്ള നമ്മുടെ നടത്തം. അത് വലിയൊരു കൂലിയുള്ള കാര്യം. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, റസൂലേ ഞാൻ എന്റെ വീട് പള്ളിയുടെ അടുത്തേക്ക് ആക്കാൻ പോവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വേണ്ട, ഈ ഇപ്പൊ അവിടെ നിൽക്കുന്നിടത്ത് നിന്നാ മതി. അതെന്താ കാരണം? നിന്റെ ആസാറുകൾ രേഖപ്പെടുത്തുന്ന, ആസാർ രേഖപ്പെടുത്തുന്ന പറഞ്ഞാൽ നീ പള്ളിയിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും പുണ്യമുണ്ട്.
എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. ചില ആളുകൾ സാധാരണ ചോദിക്കാറുണ്ട്, ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ പോരെ, നമസ്കാരാവൂലേ? ജമാഅത്ത് നമസ്കാരത്തിന് തന്നെ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജമാഅത്ത് തന്നെ വേണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ. പ്രവാചകന്റെ ഒരു ഹദീസ്, മൻ തതഹറ ഫീ ബൈതി, ഒരാൾ വീട്ടിൽ നോക്കെടുത്തു, ഒന്നൊരിക്കലും വീട്ടിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പള്ളിയിലൊക്കെ വന്നുകൊണ്ട് ഒന്നൊരിക്കൽ സമയത്ത് നമുക്ക് കുറെ കൂടി ശബ്ദം വരാം. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഖുതുബയിൽ പറയാം. നമ്മളൊക്കെ ആ വെള്ളമൊക്കെ എത്രയാണ് നമ്മൾ പൈപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണയായിക്കൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നാ ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ആ ഒഴിവെടുക്കുന്ന സമയത്ത് എനിക്ക് 10 ആളുകൾക്ക് ഒഴിവെടുക്കാനുള്ള വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. നമ്മൾ തലയടവുന്ന സന്ദർഭത്തിൽ കാല് കഴുകി കഴിഞ്ഞാൽ വെള്ളങ്ങൾ പോവുകയാണ്. അപ്പൊ നമ്മളൊക്കെ പൈപ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ വെള്ളത്തിന് എത്രമാത്രം ക്ഷാമം അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കാം. അത് വീട്ടിൽ നിന്നാണെങ്കിലും ഒഴിവെടുക്കുമ്പോൾ ഒക്കെ നമ്മൾ വെള്ളം മിതമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒഴിവെടുത്ത ഒരാൾ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അയാൾ മെല്ലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സന്ദർഭത്തിൽ അവന്റെ കാൽപാദങ്ങൾ ഈ ഹുദാഹുമ, അതിൽ ഒന്നാമത്തെ വലതുഭാഗം അവൻ എടുത്തു വെക്കുമ്പോൾ അവന്റെ പാപങ്ങൾ മാഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ, ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ഞാൻ ഒഴിയെടുത്തുകൊണ്ട് പോകണം, വീട്ടിൽ നിന്ന് ഒന്നെടുത്തുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഞാൻ വലത്തെ കാൽ എടുത്തു വെക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്ത ചെറിയ തെറ്റുകൾ ഉണങ്ങിയ ഇല മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന രൂപത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോവാൻ. എപ്പോൾ ഞാൻ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിരിക്കുന്നു. രണ്ടാമത്തെ കാലം എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ അവന്റെ പദവികൾ ഉയരുകയാണ്. എന്താ പദവി? വിശാലമായിരിക്കുന്ന അർത്ഥമുള്ള ഒരു ഭാഗമാണ്. ദുനിയാവിൽ ഞാൻ എവിടെ ചെന്നു കഴിഞ്ഞാലും എനിക്കൊരു പ്രത്യേകമായ അന്തസ്, എനിക്കൊരു ഇസ്സത്ത് ഉണ്ടാകും. ഞാൻ എന്റെ ഓഫീസിലാണെങ്കിൽ ഇസ്സത്ത്, കുടുംബത്തിലൊരു ഇസ്സത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്സത്ത്, സമൂഹത്തിലൊരു ഇസ്സത്ത്. പൊതുവെ ഞാൻ അള്ളാഹുവിന്റെ അടുക്കലും അള്ളാഹുവിന്റെ അടുക്കലും നാട്ടുകാരുടെ അടുക്കലും എല്ലാവരുടെ അടുക്കലും എനിക്ക് പ്രത്യേകമായ ചില പദവികൾ ഉയർത്തപ്പെടും എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ വലത്തേക്കാൽ എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളുമായിരുന്നു. ഇടത്തേക്കാൽ എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പൊ ഈ ഒരു കാര്യം പൊതുവെ നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ടാകും. എനിക്കറിയാം, തിരക്ക് പിടിച്ച ഒരു കച്ചവടക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയമാണ് പണം വാങ്ങിയിടുന്ന വലിപ്പിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എത്ര തിരക്കാണെങ്കിലും, എത്ര കസ്റ്റമേഴ്സ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം അവിടുത്തെ എത്രയോ ആളുകൾ അവിടെ വന്നിങ്ങനെ തിരക്ക് ക്യൂ നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടുത്തെ ഒരു തൊഴിലാളിയെ, ആ പിടിച്ച് വിശ്വസ്തനായിരിക്കും തൊഴിലാളിയെ കേസിൽ പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹം ആ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകും. അദ്ദേഹം വലിപ്പിലൂടെ എഴുതി വെച്ച ഓരോ ആഴ്ചത്തെയും ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയം ഞാനത് വായിച്ചപ്പം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ സൂറ അൻ-നൂറിലെ 37-ാമത്തെ ആയത്ത് ഓർമ്മ വന്നു. ഈ പള്ളിയിൽ വെളിച്ചമുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ആൾക്കാരെ പ്രത്യേകത ഈ പള്ളിയില് പോകുന്ന ആ യുവാക്കൾ, ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടങ്ങളോ ക്രയവിക്രയങ്ങളോ ഈ മനുഷ്യന്മാരെ തടയുമില്ല, അശ്രദ്ധരാക്കുന്നില്ല. ഈ വെളിച്ചം തേടി പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ കച്ചവടം ഒരു പ്രശ്നമില്ല, ജമാഅത്ത് നമസ്കാരം മിസ്സാവാതിരിക്കാൻ അവൻ ജാഗ്രത പുലർത്തും. സക്കാത്ത് കൊടുക്കുന്നവൻ നമസ്കാരം നിലനിർത്തും. അവനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടതിനെ പറ്റി ആലോചിക്കും. അവന്റെ ഹൃദയം പേടിച്ച് വിറയ്ക്കുന്ന ആ ദിവസത്തെ പറ്റി ആലോചിച്ച് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന കുറച്ചാൾക്കാരെ നിനക്ക് ആ ഭവനങ്ങളിൽ പള്ളിയിൽ കാണാൻ കഴിയുന്ന ഈ വെളിച്ചമുള്ള പള്ളിയിൽ. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം കച്ചവടവും ക്രയവിക്രയൊന്നും ഇവന്റെ ആരാധനാ കർമ്മത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. എല്ലാ ജമാഅത്ത് നമസ്കാരത്തിനും ഇയാൾ പള്ളിയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യമാണ് ആവർത്തിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. വളരെ വൃത്തിയോടുകൂടി, വെടുപ്പോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കാൻ പോകുന്നത് എന്ന ബോധ്യത്തോടുകൂടി വളരെ വെടുപ്പിൽ വൃത്തിയിൽ നമ്മൾ പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കാം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാട്ടെ. ഈ പാൻസ് ഒക്കെ നെരിയാണിക്ക് താഴെ വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചില സന്ദർഭത്തിൽ അവരോട് നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വലിച്ചിട്ടാണ് പള്ളിയിൽ വരുമ്പോൾ അതിന് മടക്കി വെക്കുന്നുണ്ടാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിക്ക് താഴെ പോകുന്ന പാൻസ്, അത് ഡ്രസ്സ് നരകത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് മാത്രമല്ല, അത് ആ ഒരു മുദ്രയും മാത്രമല്ല,
ഒരുപാട് വൃത്തികേടുകളും അങ്ങാടിയിൽ നിന്ന് വലിച്ചു കൂട്ടിയിട്ട് അത് അവസാനം കൊണ്ടുവെക്കുന്നത് പള്ളിയിലാണ്. അങ്ങനെ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ടോയ്ലറ്റിൽ പോകുന്ന സന്ദർഭത്തിൽ പോലും വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ പള്ളിയിൽ ഇനി പർദ്ദ ധരിച്ചു പോകുന്ന സഹോദരിമാരും ചില സന്ദർഭത്തിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അവരും ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഈ ഭവനത്തിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്ന സന്ദർഭത്തിൽ എല്ലാ മാലിന്യങ്ങൾ കൂടി വലിച്ചു കയറ്റി പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ആ ശ്രദ്ധ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടി ആ ഭാഗം സൂചിപ്പിക്കുവാനുള്ളത്, ചില ആളുകൾ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങാറുണ്ട്. പള്ളി ലക്ഷ്യം വെച്ച് നീങ്ങാറുള്ളത് ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ പുണ്യം തേടിക്കൊണ്ട് ചില പള്ളികൾ ലക്ഷ്യം വെച്ച് പോകാറുണ്ട്. അതെന്റെ വിഷയവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടൊന്ന് സൂചിപ്പിക്കാണ്. പ്രവാചകൻ പറഞ്ഞു 3 പള്ളിയിലേക്ക് മാത്രമേ പുണ്യം തേടി പോകാൻ പാടുള്ളൂ. ലാ തശുദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 പള്ളിയിലേക്ക് മാത്രമേ പുണ്യം തേടി പോകാൻ പാടുള്ളൂ. ഒന്ന് മസ്ജിദി ഹാദാ, ഒന്ന് മസ്ജിദുൻ നബവി. പ്രവാചകൻ മസ്ജിദി ഹാദ എന്ന് പറഞ്ഞത് മസ്ജിദുൻ നബവി. രണ്ടൊന്ന് മസ്ജിദുൽ ഹറാം, അവിടെ നമസ്കാരത്തിന്റെ പുണ്യം നമുക്കറിയാം, ലക്ഷക്കണക്കിന് പുണ്യമാണ്. മറ്റ് നമസ്കാരങ്ങൾ മറ്റ് പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നേക്കാൾ അവിടേക്ക് നിങ്ങൾക്ക് പുണ്യം തേടി വരാം. മറ്റൊന്ന് വൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ. 3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം തേടി പോകാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പള്ളികൾ പുണ്യം തേടി പോകാറുണ്ട്. പ്രവാചകൻ വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, ഈ 3 പള്ളിയല്ലാത്ത ഒരു പള്ളിയിലേക്കും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു പുണ്യവും അവിടെ ഇല്ല. ഈ 3 പള്ളിയാണ് പുണ്യം തേടി പോകുന്നത് പറഞ്ഞാൽ അവിടെ നമസ്കാരത്തിന് പ്രത്യേകതയുണ്ട്, അവർക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളും സമയവും ഒക്കെ അവിടെ നിങ്ങൾ കൂടുതൽ കാണാൻ കഴിയും. അതല്ലാത്ത ഒരു പള്ളി നിങ്ങൾ പുണ്യം തേടി പോകാൻ പാടില്ല. മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ ചേർത്തു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പള്ളിയെ ആദരിക്കുക, ബഹുമാനിക്കുക, പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നാട്ടിൽ പള്ളി ഉണ്ട് എങ്കിൽ അത് എന്റെ പള്ളിയല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുണ്ട്, എനിക്ക് അവിടെ ഒരു റോളുമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റി ഞാനും അവിടെ സജീവമാകാൻ പ്രത്യേകമായി ശ്രമിക്കുക. ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്താൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാരകൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥനകളും നമസ്കാരമൊക്കെ നടത്തി റഹ്മത്തിന്റെ മഴ നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു 3/4 മണിക്കൂർ നേരമാണ് മഴ പെയ്തത്. ഒരു മഴക്കുള്ള സാധ്യതയൊക്കെ നമുക്കുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വെള്ളമില്ലാതെ ഇപ്പോഴും പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഒഴുകുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കൂടുതൽ ഉപയോഗിച്ചപ്പോ, എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന പുഴയിൽ വെച്ചിട്ടാണ് വെള്ളം കൊണ്ട് കുറച്ച് കൂടുതൽ കളിച്ചത്. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സന്ദർഭത്തിൽ അവിടെ വെള്ളത്തിൽ അങ്ങനെ ഒരു ഇസ്റാഫ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അതെ, നീ ഒഴുകുന്ന പുഴയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നെങ്കിൽ പോലും വളരെയേറെ ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ടാങ്കൊക്കെ വെള്ളത്തിൽ, നമ്മൾ ടാങ്കിൽ വെള്ളം കയറ്റുന്ന സമയത്ത് ചില അശ്രദ്ധ കാരണം ഒരുപാട് വെള്ളം ഇങ്ങനെ ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് പോകാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാരൊക്കെ അതിനുള്ള പൈപ്പുകളൊക്കെ കിണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം പ്രത്യേകിച്ച് ഉപയോഗിക്കും. ഇനി അടുത്ത നൂറ്റാണ്ടിലെ യുദ്ധം, അടുത്ത നൂറ്റാണ്ടിലെ ഈ നൂറ്റാണ്ടിൽ തന്നെ യുദ്ധം ഇനി വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ജലക്ഷാമവുമായി ആ ഒരു ബോധവൽക്കരണവും വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഖുതുബകളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചന വന്നിട്ടുണ്ടാകും, ഇനി സൂചിപ്പിക്കുകയും ചെയ്യും. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് ഒരു ജലസാക്ഷരതയായിട്ട് നമ്മൾ ഉണ്ടാവണം. മഴയ്ക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്താണ്. മറ്റൊരു കാര്യം, ഒരുപാട് റിസൾട്ടുകൾ വന്നിരിക്കുന്ന ഒരു ടൈമാണ്. SSLCന്റെ റിസൾട്ട് വന്നു, +2ന്റെ റിസൾട്ട് ഒക്കെ വന്നു. നമ്മളൊക്കെ സ്ഥാപനങ്ങൾ തേടി പോകുന്ന ഒരു കാലമാണ്. അപ്പൊ എനിക്ക് പ്രത്യേകം പറയാമെന്ന് വെച്ചാൽ, കോവിഡാനന്തരം നമ്മുടെ മക്കളിൽ വന്നിരിക്കുന്ന ചില ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ പഠിച്ചേ മനസ്സിലാവുള്ളൂ. വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ മക്കളൊക്കെ ക്യാമ്പസ് തേടുന്നത്, കേരളത്തിലെ ക്യാമ്പസ്, ഇന്ത്യയിലെ ക്യാമ്പസ് ഒക്കെ വിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ വിദ്യാഭ്യാസത്തെ ഞാൻ എതിർക്കുന്നില്ല. നമ്മൾ ഏതൊരു ക്യാമ്പസിലേക്കും നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ഒരു മോറൽ സൈഡ്, ഒരു ധാർമ്മികമായിരിക്കുന്ന ഒരു സൈഡ് അവർക്ക് ഉണ്ടാകുമോ എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പം എനിക്ക് അത്ഭുതം തോന്നുകയുണ്ടായി. ഒരു കുട്ടികളാണോ ഈ ഒരു ഇത്രമാത്രം ഒരു ക്രൂരത ചെയ്ത് തോന്നുകയുണ്ടായി. എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റിംഗ്
ആൻ ഐഡിയൽ ഇമാം ഇൻ ആൻ ഐഡിയൽ സൊസൈറ്റി എന്നാണ്. മാതൃകാ സമൂഹത്തിലെ മാതൃകാ വ്യക്തിയെ തെരഞ്ഞെടുക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് ഷാഹ് വലിയുല്ലാഹി ബദയുടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു നിരീക്ഷണമാണ്. ഒട്ടനവധി വിദ്യാഭ്യാസ നിർവചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് വായിച്ച കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു കാര്യമാണ്. നമ്മളൊരു ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ ചെന്നുപെടുന്ന ക്യാമ്പസ് ഏതാണെന്ന് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവും. മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്ന തലമുറയാണ്. എന്റെ ശരീരമാണ്, അതിനെനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിൽ നിങ്ങൾ വല്ലാതെ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന തലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. അവിടെ നമ്മുടെ മക്കൾക്ക് ഒരു മോറൽ സൈഡ് കൂടി കിട്ടാത്ത ഒരു ക്യാമ്പസ് ആണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. വലിയ അപകടം ഉണ്ടാവും. അപ്പൊ ഏത് ക്യാമ്പസ് എനിക്ക് പറയാൻ ഒരു ഓപ്ഷൻ ഇല്ല. അത് നിങ്ങൾ തെരഞ്ഞെടുക്കാം. നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ക്യാമ്പസ്, പറഞ്ഞേക്കുന്ന ക്യാമ്പസ് എന്റെ കുട്ടിയുടെ ധാർമ്മിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ധാർമ്മിക മോറൽ സൈഡിന് പരിക്ക് പറ്റുന്ന ക്യാമ്പസ് ആണോ നമ്മൾ നോക്കുകയും എന്റെ കുട്ടിക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ക്യാമ്പസിനെ മനസ്സിലാക്കിയിരിക്കാം. അക്കൂട്ടത്തിൽ നമ്മുടെ ഈ ഖത്തീബുമാരുടെ ക്ഷാമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മദ്രസ അധ്യാപകരുടെ ക്ഷാമം ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ മുമ്പിലിരിക്കുക. ഇതിലെല്ലാവരും പറയുന്നു ഖുതുബക്ക് ആളെ കിട്ടുന്നില്ല. എത്ര പള്ളികളിൽ വ്യാഴാഴ്ച വൈകുന്നേരം കോൾ വരിക, ഒരു ഖത്തീബില്ല. ഒരു മദ്രസ നമ്മൾ നടന്ന മദ്രസയിൽ ഒരു കോളേജ് അധ്യാപകരില്ല. അപ്പൊ ഞാൻ ഒരിക്കലും ഒന്നുണ്ട് പാരന്റ്സിനോട് ഗൗരവമായി പറഞ്ഞപ്പോ ഞാൻ ആ പാരന്റ്സോട് ചോദിച്ചു, നിങ്ങളെ മക്കൾ എവിടെ പഠിക്കുന്നത്? ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരു അറബിക് കോളേജിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ടോ? എല്ലാവരും അറബിക് കോളേജ് പറഞ്ഞയക്കുന്നത് ഞാൻ പറഞ്ഞു. നമ്മൾ ബ്രൈറ്റ് ആയിരിക്കുന്ന കുട്ടികളെ അടക്കം നമ്മൾ തെരഞ്ഞെടുത്ത് മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസം കൂടി കിട്ടുന്ന ക്യാമ്പസുകൾ കേരളത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ പോയി. അവിടെ പോയപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുമായി സംസാരിച്ചു. നമ്മൾ ഇവിടുന്ന് ഒരു അഫ്ഗാനിമ കോഴ്സ് കഴിഞ്ഞ് ബി അറബി കഴിഞ്ഞാൽ അതിന് MA അറബിക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അറബിക്ക് PG എടുക്കാനും ബിരുദാനന്തര ബിരുദം എടുക്കാനും PhD എടുക്കാനുമുള്ള സൗകര്യം അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്തായിരിക്കണം, കുട്ടികൾ ബ്രൈറ്റ് ആയിരിക്കണം. ആ കുട്ടികളെ കൊണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് ക്യാമ്പസുകൾ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ആ ക്യാമ്പസും നമ്മൾ തെരഞ്ഞെടുക്കാൻ വിസ്മരിക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. ആ ക്യാമ്പസ് നമ്മൾ തെരഞ്ഞെടുക്കണം. ആ രൂപത്തിലേക്ക് നമ്മൾ പറഞ്ഞയക്കുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു അറബി കോളേജ് വിളിച്ചോ പറഞ്ഞു 10 A+ കിട്ടിയിരിക്കുന്ന 25ഓളം കുട്ടികളാണ് അപ്ലൈ ചെയ്തവിടെ. അറബി കോളേജിൽ അപ്ലൈ ചെയ്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. നമ്മുടെ മക്കൾ 10 A+ കിട്ടി എന്നതുകൊണ്ട് തന്നെ മതസ്ഥാപനത്തിൽ പഠിക്കാൻ പോകാൻ നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അവിടേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയച്ച് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ക്യാമ്പസുകൾ ഒരുപാട് വരുന്നു. ഇപ്പോൾ തന്നെ കോഴിക്കോട് നഗരത്തിൽ നമ്മുടെ ഫാസ്റ്റ് അക്കാദമി എന്ന പേരിൽ കോഴിക്കോട് മൊയ്തീൻപള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള സജീവമായ ആലോചന നടക്കുകയും, നമുക്കറിയാം നമ്മൾ കോഴിക്കോട്ട് നമ്മുടെ സ്ത്രീകളുടെ കുട്ടികളുടെ ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പിൽ ഒരു വലിയ ബിൽഡിംഗ് ഉയർന്നു വരികയും ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ +2 കൊമേഴ്സ് കൊടുത്തുകൊണ്ട് ഹോസ്റ്റലിൽ ആൺകുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള സംവിധാനമാണ് ആലോചിക്കുന്നത്. BCom തുറന്നുകൊണ്ട് കൊടുക്കണം. അത് +2 BCom എന്നതിനേക്കാൾ ഉപരി അവിടുന്ന് കുറച്ച് കുട്ടികൾ മതപരമായിരിക്കുന്ന ബോധം, അവിടെ ഖുർആൻ, ഹദീസുകൾ, പ്രാർത്ഥന, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ടാൽ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം ഖുർആൻ പഠിക്കുന്ന ഇസ്ലാമിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുണ്ടെങ്കിലുള്ള ഒരു ക്യാമ്പസ് ആണ് ഇൻഷാ അല്ലാഹ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടേക്ക് വേണ്ടതെന്താണ്? കുട്ടികളെയാണ്, ആൺകുട്ടികളെയാണ് അവിടേക്ക് വേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം മെയ് 12-ാം തീയതി രാവിലെ 9 മണി മുതൽ 12 മണി വരെ അവിടെ വെച്ച് നടക്കുന്നുണ്ട്. മറ്റന്നാൾ ഞായറാഴ്ച. അപ്പൊ അതിന് പറ്റിയിരിക്കുന്ന നമ്മൾ SSLC പാസ്സായിരിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ അവരും പേരൻസും ഒക്കെ അതിൽ പങ്കെടുത്ത് ആ കോഴ്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി നമ്മുടെ മക്കളെയും നമ്മുടെ പരിസരത്തുള്ള മക്കളെയൊക്കെ അത്തരം സ്ഥാപനങ്ങളിൽ ചേർക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും ഓർമ്മ ഉണ്ടാവുകയും ചെയ്യണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പള്ളി കമ്മിറ്റി ഭാരവാഹികളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രോഗികളുണ്ട് ഹോസ്പിറ്റലിൽ. ഒരു ഓപ്പറേഷൻ കേസ് മിംസ് ഹോസ്പിറ്റലുണ്ട്, അതേപോലെ മെഡിക്കൽ കോളേജ് ഒരു കേസുണ്ട്. നമ്മുടെ പേഴ്സണൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും നീ ആരോഗ്യം നൽകുകയും ആരോഗ്യത്തോട് തിരിച്ച് നമ്മളൊപ്പം ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന്. അതാണ് അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് രോഗികളുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാഹുവേ ആ രോഗികൾക്കൊക്കെ നീ ശിഫ നൽകി മാരകമായ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും നീ കാത്ത് രക്ഷപ്പെടുത്തുകയും ചെയ്യണമെന്ന്. അതാണ് അല്ലാഹു നിങ്ങൾ മരണപ്പെട്ടു പോയിരിക്കുന്ന നിങ്ങളുടെ മാതാക്കൾ, പിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടം നീ വിശാലമാക്കി അനുഗ്രഹിക്കണമെന്ന്. അതാണ് അല്ലാഹുവേ വരൾച്ച കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നാനാഭാഗത്തുമുണ്ട്. നിനക്ക് മാത്രമേ സമൃദ്ധമായ മഴ വർഷിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരികയും ഞങ്ങൾക്ക് നീ നല്ല കുടിവെള്ളം നൽകുകയും സസ്യലതാദികൾ മുളയ്ക്കാനുള്ള എല്ലാവിധ സാഹചര്യവും നീ ഒരുക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന്. അതാ അല്ലാഹു മിസ്കിനാ ഗൈസൻ നാഫിഅൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹു മിസ്കിനാ ഗൈസൻ നാഫിഅൻ
യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അംതിർ അലൈനാ മത്തറൻ ഗസീറൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ കബറിൽ വന്ന് സലാം പറയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥാ. അധാർമിക പ്രവർത്തനങ്ങളോട് നോ പറയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിലും ക്രയവിക്രയത്തിലും നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുമ്മ ഉഫ്രീ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا